അർജുന്റെ ട്രക്ക് കണ്ടെത്തി, അർജുന്റെ ട്രക്ക് ഉയർത്തി. അർജുന്റെ ട്രക്ക് ഇപ്പോൾ പുഴയ്ക്ക് മുകളിൽ, ഗംഗാവലി പുഴയ്ക്ക് മുകളിലേക്ക്, പ്രതലത്തിലേക്ക് ഉയർന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ വഴി സാധ്യമാക്കി. CP2-വിൽ നിന്നാണ് കണ്ടെത്തിയ സ്ഥലത്ത് നിന്നാണ് ആ ട്രക്ക് ഉയർത്തിയത്. സജിത്ത്, നമുക്ക് അർജുനെ വീണ്ടെടുക്കുക പ്രയാസകരമാണ് എന്നുള്ളത് അറിയാമായിരുന്നു. എങ്കിൽ പോലും അർജുൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പായിരുന്നു നമുക്ക് വേണ്ടത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? ഈ ക്യാബിനുള്ളിൽ ഒരു മൃതദേഹമുണ്ട് എന്നുള്ള സൂചനയൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും അതാണ് ലഭ്യമാവുന്നത്. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, ഇത് അർജുന്റെ ലോറി തന്നെയാണ്. ഇത്രയും ദിവസമായി നമുക്ക് പല ലോഹ ഭാഗങ്ങളും വാഹനത്തിന്റെ ഭാഗങ്ങളും കിട്ടിയിട്ടെങ്കിലും ഇക്കാര്യത്തിൽ അർജുന്റെ ലോറിയാണ് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പക്ഷേ ഇത് വളരെ വ്യക്തമാണ്. വിദൂര ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, വിദൂര കാഴ്ചയിൽ നിന്ന് തന്നെ അർജുന്റെ ലോറിയാണെന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അർജുന്റെ ലോറി ഈ അപകടത്തിന് മുമ്പുണ്ടായിരുന്ന ആ ദൃശ്യവുമായി താരതമ്യം ചെയ്യുക. അത് കൃത്യമായി അർജുന്റെ ലോറിയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിച്ച മുൻഭാഗമാണ് അത്. ഭാരത് ബെൻസ് ലോറിയുടെ മുൻഭാഗം തന്നെ എന്ന് വളരെ വ്യക്തമാവുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ദൂരക്കാഴ്ചയിൽ നിന്ന് പോലും ആ ലോറി അത്ര പരിചിതമല്ലാത്ത നമുക്ക് പോലും ഉറപ്പിച്ചു പറയാൻ പറ്റും അത് അർജുന്റെ ലോറി എന്നത്. അത് ഔദ്യോഗിക സ്ഥിരീകരണം മനാഫ് അടക്കമുള്ള ലോറി ഉടമകൾ നൽകിക്കഴിഞ്ഞു. ഇനി നമ്മൾ നിൽക്കുന്ന കാത്തിരിപ്പാണ്. ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഡ്രഡ്ജറിൽ നിൽക്കുന്നവർക്ക് ആ ക്യാബിനുള്ളിലെ കാഴ്ചകൾ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്നുണ്ടാവണം. അവരാവും ഒരുപക്ഷെ അത് മൃതദേഹം അവിടെ ഉണ്ട് എന്ന ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. എന്തായാലും അത് നമുക്ക് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ നിർണായകമായ നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. ഈ കാത്തിരിപ്പായിരുന്നു നമ്മൾ ഇത്ര നാളും ഷിരൂരിലെ ദൗത്യത്തിന് വേണ്ടി കാത്തിരുന്നത്. പല ദിവസങ്ങളായി, പല നാളുകളായി നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പല സാധ്യതകളും സാങ്കേതിക സാധ്യതകളും തേടി ഏറ്റവും ഒടുവിൽ കാത്തിരുന്ന ആ ഭാരത് ബെൻസ് ലോറി എടുക്കുന്നു എന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ ഏറ്റവും ഭാരമേറിയ ലോറിയാണ്. അത് കരഭാഗത്തേക്ക് വലിച്ചടിപ്പിച്ച ശേഷമായിരിക്കുമോ ഉയർത്തിയെടുക്കുക, അതല്ല നേരിട്ട് ആ ഡ്രഡ്ജറിന് മുകളിലേക്ക് കയറ്റി വെക്കുമോ? അതിൻ്റെ സാധ്യത ഒരുപക്ഷെ അവിടെ നിന്നും സാങ്കേതികമായി വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ദൃശ്യങ്ങൾ കാണുന്ന പോലെ നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന അവസാനമായി ആ വ്യക്തത ഉണ്ടാവുന്നു എന്നതാണ് ഇതുവരെയുള്ള ആ ചിത്രം. കേരളം കാത്തിരുന്ന ആ ചോദ്യം അർജുൻ എവിടെ എന്ന ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരമായി വരുന്നു. ഇത്ര ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്നും ആ ലോറി ഡ്രഡ്ജർ പൊക്കിയെടുക്കുന്നു എന്നതാണ്. പല സാങ്കേതിക സാധ്യതകളും തേടിയിരുന്നെങ്കിലും അതിനൊക്കെ പല തടസ്സങ്ങളുണ്ടായി. ഗംഗാവലിപ്പുഴയുടെ ജലനിരപ്പ്, അവിടുത്തെ വലിയ കുത്തൊഴുക്ക്, അതൊക്കെ തടസ്സമായി. ഏറ്റവും ഒടുവിൽ ഡ്രഡ്ജർ എവിടെ എത്തിക്കുക എന്ന തീരുമാനം അത് ഏറ്റവും ഉചിതമായി. തിരച്ചിലിൻ്റെ ഏകദേശം ഒരു 5-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക്, അതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് ആ ലോറി കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെ ചിത്രം നമുക്ക് ഓർമ്മയുണ്ടാവും. നേരത്തെയും ലോറിയുടെ പല ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. പക്ഷേ അതൊന്നും അർജുൻ്റെ ലോറി അല്ല എന്ന് ആ ലോറി ഉടമ മനാഫ് അടക്കം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇതാ ലോറി, ബെൻസ് ലോറി ജലനിരപ്പിന് മുകളിലേക്ക് ഉയർത്തിയെടുക്കുകയാണ്. ഇന്ന് രാവിലെയുള്ള തിരച്ചിലാണ് ഈ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ ഭാരമേറിയ ഒരു വസ്തു കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായത്. പക്ഷെ അത് ലോറിയാണ്, ഈ ഭാരത് ബെൻസ് ലോറിയാണ്, അർജുൻ്റെ ലോറിയാണ് എന്നതിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായില്ല. പക്ഷേ അത് കേന്ദ്രീകരിച്ച് അവിടെ ഹുക്ക് ചെയ്ത് അവിടെ ഡ്രഡ്ജർ ഇപ്പോൾ ഉയർത്തി മുകളിലേക്ക് പൊക്കിയെടുക്കുമ്പോഴാണ് ജലനിരപ്പിന് മുകളിൽ നമുക്ക് അതിന്റെ ക്ലോസ് ദൃശ്യങ്ങളിലേക്ക് വരാം. മൃതദേഹം കുടുങ്ങിക്കിടക്കുന്നത് വളരെ ദൃശ്യമാവുന്നു. ക്യാബിനുള്ളിൽ ഒരു മൃതദേഹം കുടുങ്ങിക്കിടക്കുന്നു എന്നത് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാവുന്നുണ്ട്. നമ്മൾ കേരളം കാത്തിരുന്ന ഞെട്ടിക്കുന്ന ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ആ ഭാരത് ബെൻസ് ക്യാബിനുള്ളിൽ അർജുന്റെ മൃതദേഹം കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. നമ്മൾ കാത്തിരുന്ന ആ ദൃശ്യങ്ങൾ, ഇത്ര നാളും ആ വാഹനമുടമ കരുതിയിരുന്ന, ആ കുടുംബാംഗങ്ങൾ കരുതിയിരുന്ന ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകുമെന്ന് നമ്മുടെ കാത്തിരിപ്പ് അത് ഏറ്റവും ഒടുവിലേക്ക് വരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണിത് പ്രേക്ഷകർ കാണുന്നത്. ഒരു മൃതദേഹം ആ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതിന്റെ ഏറ്റവും ക്ലാസ് ദൃശ്യങ്ങൾ ന്യൂസ് 18-ലൂടെ പ്രേക്ഷകരിലേക്ക് വരികയാണ്. ഏറ്റവും ക്ലോസ് ആയ ദൃശ്യങ്ങൾ. ക്യാബിനുള്ളിൽ തലകുത്തനെയായി ഒരു മൃതദേഹം വീണ് കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വളരെ വ്യക്തമാണ്, ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടായിരുന്നു. അർജുൻ പുറത്തേക്ക് പോയില്ല. അർജുന്റെ മൃതദേഹം ക്യാബിനുള്ളിൽ കിടന്നു. ഇത്ര ദിവസവും ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ആ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന് ആ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ട അർജുന്റെ മൃതദേഹം ആ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ദൃശ്യങ്ങളിലൂടെ അർജുന്റെ ആ ദുരന്തം, അർജുൻ നേരിട്ട